നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്റർവ്യൂ. എനിക്ക് വന്ന കമന്റുകളിൽ കുറച്ച് ഈ ലാസ്റ്റ് 2 വീക്ക് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഇന്റർവ്യൂവിനെ കുറിച്ചൊന്ന് സംസാരിക്കാവോ എന്നാണ്. എങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടിപ്പാ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഉത്തരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഇന്റർവ്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി നീളം കൂടാൻ സാധ്യതയുണ്ട്. കാരണം അറിയാലോ, ഈ ഒരു ടോപ്പിക് ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഏരിയ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആദ്യം ജസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറുള്ളതെന്ന് ഞാൻ പറയാം. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിപ്പോവാം. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇതിനു മുന്നേ ഞാനൊരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ ചെയ്യണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ഒരു 7 ദിവസം മുന്നേ, അതായത് ഒരാഴ്ചക്ക് മുന്നേ നമുക്കൊരു മെയിൽ വരും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, ഇന്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ്, അപ്പൊ നിങ്ങൾ അതിനൊരു കൺഫർമേഷൻ തരാനൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെയിൽ വരും. അപ്പോൾ ലിറ്ററലി പറഞ്ഞാല് ഒരാഴ്ച നിങ്ങൾക്ക് മിനിമം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും. ആ ഒരാഴ്ച നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു ഇന്റർവ്യൂ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ജോബ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് ആ ജോബിന്റെ ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് ആ ജോലിക്ക് വേണ്ടിയിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, A to Z മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സണൽ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റും എല്ലാം യൂസ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഇന്റർവ്യൂ ടൈമിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ട്രസ്റ്റിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ മിഷൻ എന്തൊക്കെയാണ്, വിഷൻ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ വാല്യൂസ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇന്റർവ്യൂ ടൈമിൽ ഇന്റർവ്യൂവിന് ആൻസർ കൊടുക്കുമ്പോൾ ഇവരുടെ ഈ വാല്യൂസും അതെല്ലാം ഒന്ന് ഉൾപ്പെടുത്തി ആൻസർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ്. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, മിഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് അവരുടെ ഒരു ടേബിള് നമുക്ക് PDF ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എസെൻഷ്യൽ ക്രൈറ്റീരിയസ് ഉണ്ടാവും, ഡിസൈറബിൾ ക്രൈറ്റീരിയസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി വേണം സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ എസെൻഷ്യൽ ക്രൈറ്റീരിയാസും ഡിസൈറബിൾ ക്രൈറ്റീരിയാസും ഇത് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഓരോ പോയിന്റിനും ആ പോയിന്റ് റിലേറ്റ് ചെയ്ത് ഒരു ആൻസർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇൻ കേസ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു കീവേഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ലൈക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ കീവേഡിനും അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്നൊരു കീവേഡ് അതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ എസെൻഷ്യൽ ക്രൈറ്റീരിയാസിനെ അല്ലെങ്കിൽ ഡിസൈറബിൾ ക്രൈറ്റീരിയാസിനും അതിൽ നിന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക. അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്റർവ്യൂവിന് പോവരുത്. പോയാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഒന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇന്റർവ്യൂവിന് ഒരു നല്ല ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഒരു 9 ക്വസ്റ്റ്യൻസ് മിനിമം നമുക്ക് ഒരു ഇന്റർവ്യൂവിന് എക്സ്പെക്ട് ചെയ്യാം. ഒരു നോർമൽ ബാൻഡ് 2, ബാൻഡ് 3 അല്ലെങ്കിൽ ബാൻഡ് 4 പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ
ഒരു 9 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വരെയൊക്കെയാണ് അവർ ചോദിക്കാറ്. മാക്സിമം ഇന്റർവ്യൂ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വരെയൊക്കെ നീണ്ടുപോകും. പിന്നെ ഇന്റർവ്യൂ ടൈമിൽ ആൻസർ ചെയ്യുമ്പോൾ മാക്സിമം ലോങ് ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഫ്ലെക്സിബിൾ ആണോ, നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യെസ് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അതല്ലാതെ കുറച്ചും കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഫ്ലെക്സിബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് എന്ത് ഉപയോഗമാണ് ട്രസ്റ്റിനുണ്ടാവാൻ പോകുന്നത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആൻസർ കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ അതിനെ ചുരുക്കി കളയരുത്. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാക്സിമം ഒരു 30 മിനിറ്റ് മുന്നേ അവിടെ എത്തുന്ന രീതിയിൽ, അരമണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാളോട് പോയി ഇപ്പൊ റിസപ്ഷനിലൊക്കെ ആണെങ്കിലും പോയി ചോദിച്ചാലും എല്ലാവർക്കും ഒന്നും കറക്റ്റ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ കുറച്ച് സമയം അധികം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാക്സിമം നേരത്തെ ഇന്റർവ്യൂ സ്പോട്ടിൽ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോകുമ്പോൾ മാക്സിമം പ്രൊഫഷണൽ ആയിട്ട് പോവാം. ഒരു പ്രൊഫഷണൽ ലുക്കിലൊക്കെ പോവാ. എന്ന് വെച്ച് മീശയും താടിയും എല്ലാം കളഞ്ഞ് ക്ലീൻ ഷേവ് ആയിട്ട് പോകണമെന്നൊന്നും അല്ല കേട്ടോ. കുറച്ചൊരു മാന്യമായ രീതിയിൽ പോവാം. പിന്നെ ഇന്റർവ്യൂവിന് ആൻസർ ചെയ്യുന്നുണ്ട്, മീൻസ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടിരിക്കാം. നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് അവർ നമ്മളോട് എന്തായാലും ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. നമ്മൾ തിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ടെൻഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനൊരു 2-3 സെക്കൻഡ് എടുത്തു എന്നൊന്നും വിചാരിച്ചതുകൊണ്ട് പ്രശ്നമില്ല. അവരോട് ചിന്തിക്കാനുള്ള പെർമിഷൻ, മീൻസ് ഐ നീഡ് ടു തിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യാം. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്നൊരു ആൻസർ കൊടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ച് നല്ലൊരു ആൻസർ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ കൊടുക്കുക. ഇനി ഞാൻ യൂഷ്വലി എന്തൊക്കെ ടിപ്പാണ് ഫോളോ ചെയ്യാറ്, മീൻസ് ഞാൻ എങ്ങനെയാണ് എന്റെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാറെന്ന് ഞാൻ പറയാം. ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ ഇന്റർവ്യൂ കോള് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ജോബിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കും. പിന്നെ അതിനെ എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. മീൻസ് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടോ ഒക്കെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാം എന്നെപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. മീൻസ് പോകുന്നതിന് മുന്നേ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് അതിനെ ആൻസർ ചെയ്യാനായിട്ട് അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഷോർട്ട് ആൻസേഴ്സ് കൊടുക്കാറില്ല. മാക്സിമം എത്ര എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും കിട്ടുകയും ചെയ്യും കേട്ടോ. മീൻസ് എനിക്ക് അത് അങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. ഫസ്റ്റ് ടൈമൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവരെനിക്ക് പറഞ്ഞിരുന്ന ഒരു ഫീഡ്ബാക്ക് ഞാൻ ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് പിന്നീടുള്ള ഇന്റർവ്യൂസിന് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഡീറ്റെയിൽ ആൻസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചത്. അപ്പൊ ഈ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. മീൻസ് ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമില്ല. അവരോട് ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അടുത്ത ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അതുകൊണ്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് ചോദിക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ ടൈമിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മാക്സിമം എക്സാമ്പിൾസ് സഹിതം ആൻസർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. മീൻസ് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ ടൈമിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ഇൻസിഡന്റോ കാര്യങ്ങളോ എല്ലാം കണക്ട് ചെയ്ത് എക്സാമ്പിൾ സഹിതം ആൻസർ ചെയ്യാനാണ് ഞാൻ എപ്പോഴും നോക്കാറ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ട് എന്നെ ആ ജോലിക്ക് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ ഹയർ ചെയ്യണം എന്ന് എനിക്ക് അങ്ങോട്ട് പറയാനായിട്ട് പറ്റാറുണ്ട്. അത് എപ്പോഴും നിങ്ങളും അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലൊക്കെ ചോദിക്കുന്ന ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ സാധാരണ ഞാനിവിടെ കാണാറില്ല. പകരം എന്തുകൊണ്ട് നിങ്ങളെ ഹയർ ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്തത്, ആ ഒരു മീനിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും വരാറ്. അപ്പൊ അത് തന്നെയാണ്
ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോബിൽ എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എല്ലാ ജോബുകൾക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലാണ് കൂടുതലും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അതായിരിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോബിൽ എടുക്കണം എന്നുള്ളത്. പിന്നേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ചോദിക്കാറുള്ളത് ട്രസ്റ്റ് വാല്യൂസ്. ഈ ട്രസ്റ്റിന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ട്രസ്റ്റ് വാല്യൂസ്, ആ ട്രസ്റ്റിന്റെ വാല്യൂസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ എങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ജോബാണ്, നമ്മൾ പേഷ്യൻസിന്റെ ഡേറ്റ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഏത് പൊസിഷനിലാണെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ കണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് മാറ്റം ഈ ട്രസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു മാറ്റം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ള മിനിമം ഒരു സ്ട്രെങ്തും ഒരു വീക്ക്നെസ്സും എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പറയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മളോട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പതറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വീക്ക്നെസ് പറയുമ്പോൾ ആലോചിച്ച് ആൻസർ പറയണം. ആ ജോബിനെ അഫക്ട് ചെയ്യുന്ന ഒരു വീക്ക്നെസ് ആവരുത് നിങ്ങൾ ഒരിക്കലും പറയുന്നത്. ഇപ്പം ഒരു മൾട്ടി സ്കില്ല് വേണ്ട ഒരു ജോബിന് ചെന്നിട്ട് എനിക്ക് അറ്റ് എ ടൈം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ജോലിയിൽ എടുക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ ജോബിനെ അഫക്ട് ചെയ്യാത്ത ഒരു വീക്ക്നെസ് ആയിരിക്കണം എപ്പോഴും പറയുക. അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം അതിന്. പിന്നെ അതുപോലെ ചോദിക്കാറുള്ള ഒരു ചോദ്യം EDI പോളിസി. EDI പോളിസി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, ഡൈവേഴ്സിറ്റി, ഇൻക്ലൂഷൻ. ഇത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജോബിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോബിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ ജോബ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഈ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജോബ് എന്താണ്, ജോബിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ജോബിന് എടുക്കണം എന്നുള്ള ഒരു ക്ലിയർ ധാരണ ഇല്ലാണ്ട് ഒരിക്കലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുതെന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റർവ്യൂ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഒരുവിധം എല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം, ഞാൻ മാക്സിമം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ കാണുമ്പോഴാണ്. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.